വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് പ്രിറ്റി മിസ് ആണ്. അപ്പൊ നിങ്ങൾ ഏറെ കാത്തിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, 40 മാർക്കിന്റെ പരീക്ഷയ്ക്ക് ഏകദേശം 30 മാർക്കോളം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന എല്ലാ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മിസ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണണം. വരാൻ ചാൻസ് ഉള്ള ഏറ്റവും എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ഏറ്റവും ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നാലും അത് ആൻസർ ചെയ്യാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. സോ നമുക്ക് നേരെ തന്നെ ചോദ്യങ്ങളിലേക്ക് പോകാം. എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമന്റ്സും ഫീഡ്ബാക്കും കമന്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. Correct the mistake if any in the underlined part of following statement. തന്നിരിക്കുന്ന പ്രസ്താവനയിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനാണ്. എ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഇസ് എ ജോയിന്റ് അലോ മൂവ്മെന്റ് ഇൻ ഓൾ ഡയറക്ഷൻ. ശരിയാണ് അല്ലെ? ഗോളര സന്ധി എന്ന് പറയുന്നത് എല്ലാ തലങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹിഞ്ച് ജോയിന്റ് ഹെൽപ്പ് ഇൻ റൊട്ടേഷണൽ മൂവ്മെന്റ് അറൌണ്ട് ദ ആക്സിസ്. ശരിയാണോ? അല്ല, ഹിഞ്ച് ജോയിന്റ് അല്ല, ഇത് തെറ്റാണ്. ഇതിന്റെ ആൻസർ വരുന്നത് പിവറ്റ് ജോയിന്റ് ആണ് അല്ലെ? പിവറ്റ് ജോയിന്റ് അല്ലെങ്കിൽ കീലസന്ധിയാണ്. Okay. The elbow and knee joints are example for gliding joint. ആണോ? അല്ല, എൽബോയിലും നീയിലും നമ്മൾ കാണുന്നത് ഏത് ജോയിന്റ് ആണ്? അത് ഹിഞ്ച് ജോയിന്റ് ആണ്. വിജാഗിരി സന്ധി. സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. അതുകൊണ്ട് ജോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കേണ്ടതാണ്. നോട്ട് ചെയ്ത് വെച്ചോ. മീൻസ് ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ഏതൊക്കെ ഇന്ന് ഒന്നും കൂടെ റിവൈസ് ചെയ്യണമെന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സോ ഒന്നാമത്തേത് ജോയിന്റ് ആണ്. രണ്ടാമത്തേത് അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. വെൻ ടച്ച് മീ നോട്ട് പ്ലാന്റ് ഇറ്റ് ലീവ്സ് curl up അല്ലെ? Yes, root of touch me not plant grow towards the water. Touch me not plant leaves curl up. കൂമ്പുന്നത് ഏതാണ്? നാസ്റ്റിക് മൂവ്മെന്റ് ആണ് അല്ലെ? അപ്പൊ എ എന്ന് പറയുന്നത് ഏതാണ്? നാസ്റ്റിക് മൂവ്മെന്റ് ആണ്. ഒന്നില് എയില് പറയുന്നത് ഏതാണ്? നാസ്റ്റിക് മൂവ്മെന്റ്. ഓക്കെ, നാസ്തിക ചലനമാണ്. ഇനി ബിയിൽ പറയുന്നതോ റൂട്ട് ഓഫ് ടച്ച് മീ നോട്ട് പ്ലാന്റ് ഗ്രോ ടുവേർഡ്സ് വാട്ടർ ആണ്. അതുകൊണ്ട് നമുക്ക് ഹൈഡ്രോട്രോപ്പിസം എന്ന് പറയാം. വെള്ളത്തിന് നേരെ റൂട്ട് നീങ്ങുന്നതാണ്. സോ പോസിറ്റീവ് ഹൈഡ്രോട്രോപ്പിസം എന്നും പറയാം. ഹൈഡ്രോട്രോപ്പിസം. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ചലനങ്ങൾ തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? വ്യത്യാസം എന്ന് പറഞ്ഞാൽ നാസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോ ഡയറക്ഷൻ ഓർ സ്റ്റിമുലസ് അല്ലെ? ഒരു പ്രത്യേക ദിശയ്ക്കോ അല്ലെങ്കിൽ ഉദ്ദീപനത്തിന് നേരെയോ അല്ല അവരുടെ ചലനം എന്ന് പറഞ്ഞാൽ. പക്ഷെ ട്രോപ്പിക്കൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടുവേർഡ്സ് എ പെർട്ടിക്കുലർ ഡിറക്ഷൻ ആണ്. ടുവേർഡ്സ് എ പെർട്ടിക്കുലർ ഡിറക്ഷൻ ഓർ സ്റ്റിമുലൈ അല്ലെ? ഒരു പ്രത്യേക ദിശയ്ക്ക് നേരെയോ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ അല്ലെങ്കിൽ ഒരു ഉദ്ദീപനത്തിന് നേരെയോ ചലിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രോപ്പിക്കൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ നാസ്റ്റിക് മൂവ്മെന്റും ഹൈഡ്രോട്രോപ്പിസം ഒരു ട്രോപ്പിക് മൂവ്മെന്റുമാണ്. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. പ്രോട്ടീൻ ഫിലമെന്റ് എ ആൻഡ് ബി ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, യെസ്. ഇനി എയും ബിയും ഏതാണെന്ന് കണ്ടെത്തണം. ഹൗ ഡസ് ആക്ഷൻ ഓഫ് എ ആൻഡ് ബി ഹെൽപ് ടു മേക്ക് ബോഡി പെർമനന്റ് മൂവ്മെന്റ്സ്? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, എ എന്ന് പറയുന്നത് ആക്ടിൻ ആണ്, ബി എന്ന് പറയുന്നത് മയോസിൻ ആണ്. ബൈ ദ ആക്ഷൻ ഓഫ് ദിസ് ഫിലമെന്റ് മസിൽസ് കോൺട്രാക്ട് ആൻഡ് റിലാക്സ് എനേബിൾ ദ ബോഡി മൂവ്മെന്റ്. അപ്പം എയും ബിയും സങ്കോചിക്കുന്നതിനനുസരിച്ച്, അതായത് ആക്ടിനും മയോസിനും, ഈ ആക്ടിൻ ഫിലമെന്റും അതുപോലെ തന്നെ മയോസിൻ ഫിലമെന്റും സങ്കോചിക്കുന്നതനുസരിച്ചാണ് പേശികൾ സങ്കോചിക്കുകയും നമുക്ക് മൂവ്മെന്റ് പോസിബിൾ ആവുന്നത്. സോ ഈ പിക്ചർ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ജോയിന്റ് കഴിഞ്ഞു. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ട്രോപ്പിക്കൽ ആൻഡ് നാസ്റ്റിക് മൂവ്മെന്റ്, ഫോട്ടോട്രോപ്പിസം, പ്ലാന്റ് ഫ്ലൈ ട്രോപ്പിക്കൽ മൂവ്മെന്റ്സ് എന്തായാലും പഠിക്കണം. മൂന്നാമത് നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഈ ഒരു പ്രോട്ടീൻ ഫിലമെന്റിന്റെ ചിത്രം എന്നുള്ളത്. അടുത്തത് അനലൈസ് ദ ഡിസ്ക്രിപ്ഷൻ ഗിവൺ ഇൻ ദ ബുക്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ABCD suitably. Bones provide structure, support and protein to the body. Each bone is covered by a membrane called. ഇവിടെ കവർ ചെയ്തിരിക്കുന്നത് അസ്ഥികളെ, ഓരോ അസ്ഥിയും പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണം എന്ന് പറയുന്നതാണ് പെരിഓസ്റ്റിയം. ഒന്നാമത്തേത് ഏതാണ്? പെരിഓസ്റ്റിയം ആണ്. പെരിഓസ്റ്റിയം. ഓക്കെ, ഒന്നാമത്തേത് കിട്ടി. രണ്ടാമത്തേത് പറയുന്നത് എന്താണ്? അസ്ഥികളുടെ വളർച്ച, കേടുപാടുകൾ പരിഹരിക്കുക എന്നിവ നിർവഹിക്കുന്നത് ഡാഷ് കോശങ്ങളാണെന്നാണ്. അവിടെയുള്ള കോശങ്ങളെ നമ്മൾ പറയുന്നത് ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് എന്നാണ്. ഓക്കെ, ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങൾ. ഇനി മൂന്നാമത്തേത് നോക്കാം.
സി, ഡി എന്നീ ധാതുക്കൾ അസ്ഥിക്ക് കാഠിന്യവും ബലവും നൽകുന്നു അല്ലെ. അപ്പൊ എ കിട്ടി, ബി കിട്ടി, സി എന്ന് പറയുന്നത് കാൽഷ്യവും അതുപോലെ ഡി എന്ന ധാതുക്കള് ഫോസ്ഫറസ്. കാൽഷ്യം ഫോസ്ഫറസുമാണ് എന്തിനു സഹായിക്കുന്നത്? അസ്ഥികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ധാതുക്കള്. അതാണ് അവരുടെ കാഠിന്യവും ബലവും, ആ ഒരു സ്ട്രെങ്ത്തും ആ ഒരു സ്ട്രക്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാൽഷ്യം ഫോസ്ഫേറ്റും കൂടെ ചേർന്നിട്ടാണ്. Arrange the column B and C suitable in accordance with the column A. ഈ ടേബിൾ പഠിച്ചു വെക്കണം. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള ഓണിന്റെ സ്ട്രക്ചർ, അവിടെ യൂസ് ചെയ്യുന്ന സെല്ലുകൾ, ആ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പൊ തന്നെ വെച്ചോളാം. അടുത്തതാണ്, ഞാൻ ഇന്നലെയും കൂടെ ലൈവിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, എൻഡോസ്കെലട്ടൺ, ഹൈഡ്രോസ്കെലട്ടൺ, എക്സോസ്കെലട്ടൺ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ അതും നിർബന്ധമായിട്ടും പഠിക്കാം. എൻഡോസ്കെലട്ടൺ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് ഏതാ നമുക്ക് പറയാം? ഫ്ലൂയിഡ് ഫിൽഡ് ചാമ്പേഴ്സ്, ദ്രവം നിറഞ്ഞ അറകളാണ്. എർത്ത് വോം, മണ്ണിരിയാണ് എക്സാമ്പിൾ ആയിട്ട് വരിക. ഹൈഡ്രോസ്കെലട്ടൺ ഫ്ലൂയിഡ് ഫിൽഡ് ചാമ്പേഴ്സ്, എർത്ത് വോം അല്ലെ, ദ്രവം നിറഞ്ഞ അറകള്, മണ്ണിര. എൻഡോസ്കെലട്ടൺ ആണ് നമ്മൾ പറഞ്ഞ ഇൻക്ലൂഡ് കാർട്ടിലേജ് ആൻഡ് ബോൺസ്, മാൻ എന്ന് പറയുന്നത്. ആന്തര അസ്ഥികൂടം, അസ്ഥിയും തരുണാസ്ഥിയും ചേർന്നിട്ടാണ് മനുഷ്യൻ രൂപപ്പെടുന്നത്. ഇനി എക്സോസ്കെലട്ടൺ ആണെങ്കിലോ കാൽഷ്യം കാർബണേറ്റും കൈറ്റിനും രൂപപ്പെടുന്നതാണ്. എക്സാമ്പിൾ ആണ് ക്രാബ്സ്, മുസൽസ് ഒക്കെ. കക്ക, മസിൽസും കക്കയും അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഞണ്ടൊക്കെ എന്താണ്? കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് ഏത് വരുന്നു? എക്സോസ്കെലട്ടണിൽ വരുന്നതാണ്. ക്ലിയർ ആയല്ലോ മക്കളെ? യെസ്. അടുത്ത നോക്കിക്കേ, സിംറ്റംസും കോസുമാണ്. ഡിസോർഡർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും നമുക്ക് 3-4 ഡിസീസ് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ നമ്മൾ പഠിക്കുന്നതാണ് ഓസ്റ്റിയോപൊറോസിസ് അല്ലെ. പോർ ഫോംസ് ഇൻ ദ ബോൺ, അസ്ഥികളിൽ സുഷിരം വീഴുന്നതാണ് എന്ത്? ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. സോ ഒന്നാമത്തേത് ഓസ്റ്റിയോപോറോസിസ്. ഓക്കെ, ഓസ്റ്റിയോപൊറോസിസ് കിട്ടി. ഇനി രണ്ടാമത്തേത് എന്താണ്? അതിന്റെ റീസൺ ആണ് അല്ലെ. അവിടെ കാൽഷ്യം അതുപോലെ തന്നെ വിറ്റാമിൻ ഡി ഒക്കെ കുറയുന്നതിന്റെ ഡെഫിഷ്യൻസി മൂലമാണ്. കാൽഷ്യം ഫോസ്ഫറസ് ഒക്കെ അഭാവം മൂലം അല്ലെങ്കിൽ അവരുടെ ഡെഫിഷ്യൻസി മൂലമാണ് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവുന്നത്. സ്പ്രെയിൻ എന്ന് പറഞ്ഞാൽ സിംറ്റംസ് എന്താണ്? ഭയങ്കര പെയിൻ ആണ് കേട്ടോ. സിവിയർ പെയിൻ ഇൻ ജോയിന്റ്സ്. അസ്ഥികളില് വേദന വരുന്നതാണ് ലിഗമെന്റ് അല്ലെങ്കിൽ സ്പ്രെയിൻ, ഉളുക്ക് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന സിംറ്റം. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെച്ചിങ് ഓർ ബ്രേക്കിംഗ് ഓഫ് ഫിലമെന്റ് ആണ്. സ്ട്രെച്ചിങ് ഓർ ബ്രേക്കിംഗ് ഓഫ് ഫിലമെന്റ്, ലിഗമെന്റ് പൊട്ടുന്നതാണ് സ്പ്രെയിൻ അല്ലെങ്കിൽ ഉളുക്ക് ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, അപ്പൊ അത് കിട്ടി. ഇനി അടുത്ത ചോദ്യമോ, ഇമ്മ്യൂൺ സിസ്റ്റം ഡിസ്ട്രോയ് ദ സൈനോവിയൽ മെംബ്രെയിൻ. അത് പറയുന്നത് ഏതാണ്? റിമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. റിമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഓക്കെ, പഠിച്ചു വെക്കണേ. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. ഓക്കെ, ആൻഡ് അടുത്തതോ? ഓക്കെ, ഇത് 5 ആണ്. റിമറ്റോയിഡ് ആർത്രൈറ്റിസ്. ആൻഡ് അതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കരമായിട്ടുള്ള വേദനയാണ്. ജോയിന്റ്സിലും പിടുത്തം നടക്കാനൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ട്, വേദനയാണ്. ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം ഡിസ്ട്രോയ് ചെയ്യുന്നു. കണ്ടീഷൻ വിച്ച് മസിൽ ബിക്കം വീക്ക്, അതാണ് എന്ത്? മസ്കുലാർ ഡിസ്ട്രോഫി. പേശിക്ഷയം. മസ്കുലാർ ഡിസ്ട്രോഫി, പേശിക്ഷയം. ആൻഡ് അവിടെ നമ്മൾ പറയുന്നുണ്ട് എന്താണ് ഇതിന്റെ റീസൺ? ജീനിലുള്ള ഡിഫക്റ്റ് കാരണമാണ് കേട്ടോ. ജീനിലുള്ള ഡിഫക്റ്റ് കാരണമാണ്, ജീനുകളുടെ തകരാറ്. ഓക്കെ, അപ്പം ഓരോ ക്വസ്റ്റ്യനും ഇവിടെ ഡിസീസ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഭാഗങ്ങളാണ് ഈ ഒരു രോഗാവസ്ഥകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. ക്ലോറോഫിൽ, ബി, കെരോട്ടിൻ, സാന്തോഫിൽ ആണ്. നമ്മൾ 1ാം ചാപ്റ്ററിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്ന പിഗ്മെന്റുകളാണ് ഇതിൽ കാണുന്നത്. ആൻഡ് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കെരോട്ടിൻ, സാന്തോഫിൽ. ഓഡ് വൺ ഔട്ട് ക്ലോറോഫിൽ എ, ഹരിതകം എ ആണ്. ഇവരാണ് ഡയറക്റ്റ് ആയിട്ട് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണയിൽ പങ്കെടുക്കുന്നത്. ബാക്കി 3 പേരും എന്താണ്? ആക്സസറി പിഗ്മെന്റുകളാണ്. ഓക്കെ, ആക്സസറി പിഗ്മെന്റ് ആണ്, സഹായക വർണ്ണങ്ങൾ. ഓക്കെ, then identify the joint indicated in the figure. തന്നിട്ടുള്ള ജോയിന്റ് ഏതാണെന്ന് അറിയാലോ? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ് കേട്ടോ. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഗോളര സന്ധി.
ഇതുപോലെ ചിത്രങ്ങൾ തന്നാൽ പഠിക്കണം. ഫോട്ടോസിന്തസിന്റെ ഫുൾ സെക്ഷൻ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ജോയിന്റ് ഞാൻ വീണ്ടും പറയുന്നു, പഠിക്കേണ്ട ഭാഗം തന്നെയാണ്. അടുത്തത് കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് ഗിവൺ സ്റ്റേറ്റ്മെന്റ്. നെഫ്രീഡിയ ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് ഇൻസെക്ട്. ആണോ? അല്ല, തെറ്റാണ്. നെഫ്രീഡിയ എർത്ത് വേമിന്റേതാണ്, മണ്ണിരയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്. ഇത് തെറ്റാണ്. കോൺട്രാക്റ്റീവ് വാക്യൂൾസ് ആർ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് അമീബ. ശരിയാണ്. സങ്കോചഫേനങ്ങൾ അമീബയുടെ വിസർജ്യ വ്യവസ്ഥയാണ്. എക്സസ് വാട്ടർ ആൻഡ് ഗ്രാസസ് എലിമിനേറ്റ് ത്രൂ സ്മോൾ പോർ പ്രസന്റ് അറ്റ് ദ ടിപ്പ് ഓഫ് ലീവ്സ്. അല്ലെ, ഇലകളുടെ തുമ്പത്ത് കാണുന്ന ഹൈഡത്തോട് വഴിയാണ് അവർ ജലം പുറത്തോട്ട് കളയുന്നത്. യൂറി ഇസ് ദ മെയിൻ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ഓഫ് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. അത് തെറ്റാണ്. യൂറിക് ആസിഡ് ആണ്. യൂറിക് ആസിഡ് ആണ്. ഓക്കെ, ഇത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അടുത്തത് സെലക്ട് ദ കറക്റ്റ് പെയർ റിലേറ്റഡ് ടു ആക്സിയൽ സ്കെൽട്ടൺ ഓഫ് ഫോളോയിങ്. ആക്സിയൽ സ്കെൽട്ടൺ റിബ്സിൽ 24 കറക്റ്റ് ആണ്. സ്കള്ള് 29, സ്റ്റേർണം 2 ആണോ? അല്ല, 1 ആണ്. വെർട്ടിബ്രൽ കോളം 26 ആണ്. അല്ലെ, അപ്പം തെറ്റുള്ളത് തിരുത്താം. മാറല്ല 1, വെർട്ടിബ്രൽ കോളം നട്ടല് 26. ഓക്കെ, വാട്ട് ഈസ് ദ നോർമൽ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ വുമൺ ആണ്. നമ്മൾ പുരുഷന്മാരിലും സ്ത്രീകളിലും പഠിക്കുന്നുണ്ട്. സ്ത്രീകളിലുള്ളതാണ് ഇത് 12 to 16 gram per deciliter. മാനാണ് 14 to 18 വരുന്നത്. അല്ലെ, യെസ്, കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഒന്നാമത്തേതാണ്. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദോസ് ഗിവൺ ബിലോ. എൻസൈം ആൻഡ് മോളിക്യൂൾ വിച്ച് ഹെൽപ്സ് ടു സ്പീഡ് അപ്പ് ദ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഹിയർ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എൻസൈംസ് ഓരോ സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ തെറ്റാണോ എന്താണ് എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കുക, തന്നിട്ടുള്ള ക്വസ്റ്റ്യനില് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻസൈംസിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ആണല്ലോ. യെസ്, അങ്ങനെയാണെങ്കിൽ നോക്ക്, എൻസൈംസ് ആർ മോളിക്യൂൾ വിച്ച് ഹെൽപ് ടു സ്പീഡ് അപ്പ് ദ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഓർഗാനിസം. ശരിയാണല്ലോ, അതിൽ തെറ്റൊന്നുമില്ല. കാരണം എല്ലാ രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണെന്ത്? എൻസൈം എന്ന് പറയുന്ന ഭാഗം. അപ്പൊ അതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന തന്മാത്രകളാണ് ഹോർമോണുകൾ. അതും ശരിയല്ലേ? ഹോർമോൺസ് ആർ കെമിക്കൽ മോളിക്യൂൾസ് ദാറ്റ് റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ബയോളജിക്കൽ പ്രോസസ് ആണ്. അപ്പം അതും ശരിയാണ്. സലൈവറി അമിലേസ് ആൻഡ് പെപ്സിൻ ആർ എക്സാമ്പിൾസ് ഫോർ ഹോർമോൺ. ആണോ? അല്ല, എൻസൈംസ് ആണ്. അല്ലെ, അപ്പൊ ഇത് തെറ്റാണ്. ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ് ബൈ വേരിയസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. അതും ശരിയാണ്. സോ ABD കറക്റ്റ് ആണ്, Z റോങ് ആണ്. അപ്പൊ ഓപ്ഷൻ 4-ാമത്തെയാണ് കറക്റ്റ് വരിക. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഓക്കെ, അടുത്തത് റൈറ്റ് ദ നെയിം ഓഫ് പാർട്ട് ലേബിൾഡ് ആസ് X ഇൻ ദ ഫിഗർ. ചിത്രത്തിൽ X എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗം തിരിച്ചറിഞ്ഞ് പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. X എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ലാക്ടിയൽ ആണ് കേട്ടോ. ലാക്ടിയൽ ആണ്. ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് സംവഹനം ചെയ്യപ്പെടുന്നത് ലാക്ടേൽ വഴിയാണെന്ന് ഓർത്തു വെക്കുക. ചൂസ് ദ കറക്റ്റ് പെയർ. യുഗ്ലീന സീലിയ, അമീബ സ്യൂഡോപോഡിയ, പാരമീസിയം ഫ്ലജെല്ലം, ഫിഷസ് ഫ്ലിപ്പോസ്. കറക്റ്റ് പേര് ഏതാണ്? അമീബ സ്യൂഡോപോഡിയാണ്. അല്ലെ, കപടബാധങ്ങൾ. A person's urine analysis is found to contain following component. Identify the disease associated with it and write the correct answer എന്നാണ്. അപ്പൊ ഇതിൽ ബിലിറുബിനും പസസെല്ലും കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് ഡിസീസ് ഉണ്ടെന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ കണ്ടത്തെ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂറിനിൽ ബിലിറുബിൻ ഉണ്ടെങ്കിൽ അത് ഏതാണ്? ജോണ്ടസ്, മഞ്ഞപ്പിത്തമാണ്. പസസെൽസ്, പഴുപ്പ് കോശങ്ങളില്ലെങ്കിൽ അത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ്. അപ്പൊ ഓപ്ഷൻ ഏതാ വരുന്നതെന്ന് മനസ്സിലായല്ലോ. ജോണ്ടിസും അതുപോലെ മൂത്രപഥത്തിലെ അണുബാധയുമാണ്. Correct mistakes if any in the underlined part of following statement. A ball and socket joint that allow movement of all direction. Okay, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എൽബോ, നീ ജോയിൻസ്, സ്ലൈഡിംഗ് ജോയിൻസ് ആണ്. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. യെസ്, എക്സാമ്പിൾ ഓഫ് പിവറ്റ് ജോയിന്റ് ഇസ് ജോയിന്റ് വെർ. അതും ശരിയാണ്. എൽബോ ആൻഡ് നീ എന്ന് പറയുന്നത് ഏതാണ്? ഹിഞ്ച് ജോയിന്റ് ആണ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ചൂസ് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ്. ഇതുപോലെ കറക്റ്റ് പേര്, ഓഡ് വൺ ദ ഫോളോയിങ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എല്ലാം ചോദ്യം വരുന്നതാണ്. അപ്പൊ നമ്മൾ ഏറ്റവും മാക്സിമം പഠിച്ചു തീർക്കാവോ, അതൊക്കെ റിപ്പീറ്റ് ആയിട്ട് റിവൈസ് ചെയ്ത് തന്നെ പോവാ. ഈ ദിവസത്തിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യാം? ഒന്നും വിടാതെ തന്നെ പോകണം. ചൂസ് ദ കറക്റ്റ് പേരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ നമുക്ക് കറക്റ്റ് പേര് ചെയ്യാം നോക്കിക്കേ. പെൽവിസ് റീജിയൻ വേർ ദ യൂറിൻ ഫ്രം ദ ഫിൽറ്റേഴ്സ് ഫ്ലോസ് ഇൻ ടു. അല്ലെ, പെൽവിസില് റീജിയൻ ഫ്രം ദ ഫിൽറ്റേഴ്സ് ഫ്ലോസ് ഇൻ ടു. ശരിയാണ്. അഫറന്റ് വെസൽ, ബ്ലഡ് വെസൽ ദാറ്റ് കംസ് ഔട്ട് ഓഫ് വുമൻസ് ക്യാപ്സിൽ ആണോ? വുമൻസ് ക്യാപ്സിൽ പുറത്തോട്ട് വരുന്നത് അഫറന്റ് അല്ല, ഇഫറന്റ് വെസൽ ആണ്. കോർട്ടക്സ് ഡാർക്ക് കളർഡ് ഇന്നർ പാർട്ട് ആണോ? അല്ല. മെഡുല്ല ലൈറ്റ് കളർഡ് ഔട്ടർ പാർട്ട് ആണോ? അല്ല. ഇവിടെ കറക്റ്റ് പേര് എന്ന് പറയുന്നത് 1-ാമത്തേത് മാത്രമാണ്.
ഐഡന്റിഫൈ ദ പ്രോസസ് ഇൻ വിച്ച് കാർബൺ ഡയോക്സൈഡ് ഈസ് ഫോംഡ് ആസ് എ ബൈ പ്രൊഡക്റ്റ്. കാർബൺ ഡയോക്സൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് എവിടെ മാത്രമാണ്? നമ്മുടെ ക്രബ് സൈക്കിളിലുണ്ട്, പിന്നെയോ ആൽക്കഹോളിക് ഫെർമെന്റേഷനിലും ഉണ്ട് അല്ലെ. കാർബൺ ഡയോക്സൈഡ് ക്രബ് സൈക്കിളിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്, ആൽക്കഹോൾ ഫെർമെന്റേഷനും ഉണ്ട്. അതുകൊണ്ടാണ് അപ്പം വിളിക്കുമ്പോൾ എന്താണ് പുറത്തോട്ട് വരുന്നത്. ക്ലിയർ? സോറി, ചോദ്യം നോക്കട്ടെ. ഇവിടെ മിസ്സിന് വന്ന പോലെ തെറ്റ് നിങ്ങൾക്ക് വരും. ഇത് നോക്കിക്കേ, വിച്ച് ഇസ് നോട്ട് ഫോംഡ് അല്ലെ. ഈ തെറ്റുകളാണ് നമ്മളൊക്കെ ആവർത്തിക്കുന്നത്. നോട്ട് ഫോംഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏത് വരും? ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷനും ഗ്ലൈക്കോളിസിസുമാണ്. ഓക്കെ, അപ്പൊ നോട്ടാണോ യെസ് ആണോ എന്നുള്ളത് പ്രത്യേക 2-3 വട്ടം വായിച്ചു നോക്കണം. ഉൽപ്പന്ന രൂപപ്പെടാത്ത പ്രക്രിയകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതാണ്? ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷനും ഗ്ലൈക്കോളിസിസും ആണ്. അപ്പൊ ചോദ്യം 2 തവണ വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. Okay, identify the muscle indicated as X in the illustration. X contract ചെയ്യുന്നു, ribs raise ചെയ്യുന്നു. എന്താ അവിടെ കോൺട്രാക്ട് ചെയ്യുന്നത്? ഇന്റർകോസ്റ്റൽ മസിൽസ് ആണ്. ഇന്റർകോസ്റ്റൽ പേശികൾ കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ഇൻസ്പിറേഷന്റെ സമയത്ത് എന്തൊക്കെയാ മാറ്റം വരുന്നത്? ഇന്റർകോസ്റ്റൽ പേശികൾ കോൺട്രാക്ട് ചെയ്യുന്നു, റിബ്സ് റേസ് ചെയ്യുന്നു, ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുന്നു, വോളിയം ഇവിടെ ഉള്ളിൽ കൂടുന്നു അല്ലെ. ലങ്സിൽ വോളിയം മാക്സിമം കൂടുന്നു. അപ്പൊ വോളിയം എന്തോ ചെയ്യുന്നു? കൂടുമ്പോൾ പുറത്തുനിന്ന് എയർ അകത്തേക്ക് കയറുന്നു അല്ലെ. പ്രഷർ ഇവിടെ എന്ത് കുറയും. അപ്പൊ കൂടുതൽ പ്രഷർ ഉള്ളിടത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് വരും. അപ്പൊ ലങ്സിൽ പ്രഷർ കുറയുകയും വോളിയം കൂടുകയും ചെയ്യുമ്പോൾ എയർ ഉള്ളിലേക്ക് വരുന്നു. ഇനി എക്സ്പിറേഷന്റെ സമയത്തോ ഇന്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ് ചെയ്യുന്നു. അപ്പൊ റിബ്സ് താഴുന്നു, ഡയഫ്രം റിലാക്സ് ചെയ്തു, കോൺട്രാക്ട് ചെയ്ത് ബാക്ക് ടു പൊസിഷനിലേക്ക് വരുന്നു. ആ സമയം ഇവിടെ പ്രഷർ കൂടും, വോളിയം കുറയുമ്പോൾ സ്പേസ് കുറയുന്നു. പ്രഷർ കൂടുമ്പം പ്രഷർ കൂടിയതിൽ നിന്ന് കുറഞ്ഞിടത്തേക്ക് എയർ പോകുന്നു. ദാറ്റ് ഈസ് എക്സ്പെല്ലിംഗ് ഔട്ട്. സിസ്റ്റോളിക് പ്രഷർ 120 mm വെച്ച് 80 mm വെച്ച് നമ്മൾ പറയുന്നത് എന്താണ്? ഡയസ്റ്റോളിക് പ്രഷർ എന്നാണ്. ഈ എക്സ് എന്ന് പറയുന്നത് ഏതാണ്? കളക്ടിംഗ് ഡക്റ്റ് ആണ് കേട്ടോ. കളക്ടിംഗ് ഡക്റ്റ് അല്ലെങ്കിൽ ശേഖരണ നാളി. ഓക്കെ, അപ്പൊ ഇതുപോലെ ഫിഗർ തന്നാൽ എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. അടുത്തത് കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ. ലിംഫ് നോഡ്സ്, ലിംഫിക് കാപ്പിലറി. അടുത്തത് ഏത് വരും? ലിംഫ് നോഡില് നമ്മൾ പഠിക്കുന്നതാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ലിംഫ് വെസല്, ലിംഫ് നോട്ട്, സ്പ്ലീന്, ബോൺ മാരോ, തൈമസ് ഗ്ലാൻഡ്, ഇതെല്ലാം ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് ലിംഫ് എഴുതാം, സ്പ്ലീൻ എഴുതാം. ഇതിൽ 1, 2 ആൻസർ കേട്ടോ. ലിംഫ് വാഹിയും സ്പ്ലീനും. ദെൻ അപ്പൊ ലിംഫ് വേസ്റ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതും നോട്ട് ചെയ്ത് തന്നെ വെക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇനി അടുത്ത ചോദ്യം, analyze the information related to vascular tissue given below and answer the question. Cell wall between these cells disintegrates so they look like long pipe. ഒന്നിനു മുകളിൽ ഒന്നായി ക്രമീകരിച്ച ഈ കോശങ്ങളില് കോശഭിത്തി നശിച്ചു പോയതാൽ നീണ്ട പൈപ്പുകൾ പോലെയാണ് കാണപ്പെടുന്നത്. These cells are seen as pipes arranged one above the other. Pores are seen in the cross wall. Identify the part of vascular tissue mentioned in statement 1 and 2. ഈ 1-ലും 2-ലും പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണെന്നാണ്. റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് 2 എന്നാണ്. അപ്പൊ പൈപ്പ് പോലെ കാണുന്നത് ഏതാണ്? നമ്മുടെ സൈലം വെസൽസ് ആണ്. ചെറിയ പെർഫറേറ്റഡ് ആയിട്ടുള്ള പോസുകൾ കാണുന്നത് ഏതാണ്? ഫ്ലോയം സീവ് ട്യൂബ്സ് ആണ്, സീവ് നാളികളാണ്. ഈ സീവ് നാളിന്റെ പ്രത്യേകത എന്താണ്? ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ മറന്നു പോവില്ല, നമ്മുടെ സ്വന്തം ആൾക്കാരാണ് അല്ലെ. അപ്പൊ സൈലം ട്രക്കീഡ്, സൈലം വെസൽസ്, ഫ്ലോയം സീവ് ട്യൂബ്, കമ്പാനിയൻ സെല്ല് കേട്ടോ. അപ്പൊ ട്രക്കീഡ് എന്ന് പറയുമ്പോൾ ഡെഡ് സെല്ലാണ്, വെയിൻസ് ആണ് നമുക്ക് കാണുന്നത്, സ്പിൻഡിൽ ഷേപ്പിലാണുള്ളത്. വെസൽ എന്ന് പറയുമ്പോൾ കുഴലായിട്ടാണ് കാണുക. സീവ് ട്യൂബ് എന്ന് പറയുമ്പോഴോ സൈറ്റോപ്ലാസം ഈസ് കണക്റ്റഡ് ത്രൂ പോസ് ഓഫ് ദ ക്രോസ് വോൾ, പോസ് കാണാം. കമ്പാനിയൻ സെൽ ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ കാണുക. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അമോണിയ യൂറിയായി മാറുന്നു. ഇത് എവിടെ വെച്ച് നടക്കുന്നു എന്നാണ് ചോദ്യം. എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? നമ്മുടെ ലിവർ അല്ലെങ്കിൽ കരളിലാണ്. ഹൗ ഈസ് അമോണിയ ഫോംഡ് ഫ്രം ദ ബോഡി? എങ്ങനെയാ? പ്രോട്ടീൻ മെറ്റബോളിസം വഴി അല്ലെ. പ്രോട്ടീൻ ആസ് എ റിസൾട്ട് ഓഫ് മെറ്റബോളിക് ആക്ടിവിറ്റി, ഉപാപചയ പ്രവർത്തനം, പ്രോട്ടീന്റെ മെറ്റബോളിസം വഴിയാണ് എന്തുണ്ടാവുന്നത്? അമോണിയ രൂപപ്പെടുന്നത്. ഓക്കെ, അമോണിയ രൂപപ്പെടുന്നത്. റൈറ്റ് ദ കെമിക്കൽ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് യൂറിയ ഫ്രം ദ അമോണിയ. ഇക്വേഷൻ പഠിച്ചു വെക്കണം, അത് ചോദിക്കാറുണ്ട്. അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, എൻസൈംസിന്റെ ആക്ഷൻ വഴിയാണ് യൂറിയ ആയിട്ട് മാറുന്നത്. ലിവറിലാണ് ഇത് നടക്കുന്നത്. സോ ലിവർ അല്ലെങ്കിൽ കരൾ എന്ന് പറഞ്ഞാൽ ഡീടോക്സിഫിക്കേഷൻ അല്ലെ, എന്താണ് പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടെ ഇവിടെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ന്യൂട്രലൈസസ് ദ ടോക്സിൻ. ഈ വലിയ അധികം വിഷാംശം ഉള്ളതിനെ വലിയ വിഷാംശം കുറഞ്ഞ ഒരു വസ്തുവാക്കി മാറ്റുന്നതാണ് ലിവർ ചെയ്യുന്ന പ്രവർത്തനം എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ പ്രോസസ്. ഇവിടെ എനർജി കാണിക്കുന്നുണ്ടല്ലോ. ഈ കാണുന്നത് ഏതാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. ഓക്കെ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പൊ ചിത്രം തന്നാൽ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു വെക്കണേ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട്.
ഈ പ്രക്രിയ വഴി ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങൾ ഏതാണ് നമ്മൾ ഏതാ യൂസ് ചെയ്യാറ്? സോൾട്ട് അല്ലെങ്കിൽ ലവണങ്ങൾ അല്ലെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി മേക്ക് സൂട്ടബിൾ പെയർ യൂസിങ് ദ ഇൻഫർമേഷൻ ഗിവൺ ബിലോ. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കണം. അത് പെയർ ചെയ്യാൻ ചോദിക്കാറുള്ളതാണ്. ഡാർക്ക് കളർ ഇന്നർ പാർട്ട് ഓഫ് ദ കിഡ്നി. ഡാർക്ക് കളേർഡ് ഇന്നർ പാർട്ട് ഓഫ് കിഡ്നി ആണ് ദ മെഡുല. പുനരാഗിരണം റീഅബ്സോർപ്ഷൻ സെക്രീഷൻ ടേക്സ് പ്ലേസ് എവിടെയാണ്? റീനൽ ട്യൂബ്യൂൾ, വൃക്ക നളിക. ബ്ലഡ് വെസൽ ദാറ്റ് കംസ് ഔട്ട് ഓഫ് ദ ബൊമൻസ് ക്യാപ്സ്യൂൾ, ഇഫറന്റ് വെസൽ. Region where urine from the filters flows into pelvis. കറക്റ്റ് ആണല്ലോ, ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെ ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതൊരിക്കലും മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് മിസ് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് കിഡ്നിയുടെ ഭാഗം, നെഫ്രോണിന്റെ ഭാഗം, അത് കഴിഞ്ഞ് റീഅബ്സോർപ്ഷൻ ഫിൽട്രേഷൻ നടക്കുന്ന ഭാഗം, ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ ഭാഗം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. എല്ലാത്തിന്റെ ഫംഗ്ഷനും പഠിച്ചു വെക്കേണ്ടതാണ്. ദെൻ കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ. പ്രോട്ടീൻ ഉണ്ടാക്കുന്നതാണ് ഇവിടെ പറയുന്നത് അല്ലെ. എൻസൈംസ് ഇൻ പാങ്ക്രിയാസ്, ട്രിപ്സിൻ ആണ് ഈ എ എന്ന് പറയുന്നത്. ബി ഇൻഡസ്റ്റൈനൽ ജ്യൂസിൽ കാണുന്നത് ഏതാണെന്നാണ് അമിനോ ആസിഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന പ്രോസസ് ഏതാണ്? പെരിസ്റ്റാൾസിസ് ആണ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്? ഫുഡിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു? ഡൈജസ്റ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അന്നനാളത്തിലൂടെ ഭക്ഷണം ആമാശയത്തിൽ എത്തുന്നു. പെരിസ്റ്റാൾസിസ് വഴി ഭക്ഷണത്തെ എന്ത് ചെയ്യുന്നു? ആമാശയത്തിൽ എത്തുന്നതിന് മുന്നേ അതിനെ ഞെരുക്കിയെടുക്കുന്നു അല്ലെ. ഈസി മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് നടക്കുന്നത്. അതുകൊണ്ട് ഈസോഫാഗസിലൂടെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ഫുഡ് ട്രാൻസ്പോർട്ടേഷൻ നടക്കും. ഓക്കെ, അടുത്ത് നോക്കിക്കോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹാർട്ടിന്റെ വെസൽസ്, ബ്ലഡ് വെസൽസ് നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പൊ റൈറ്റ് ഏട്രിയം എന്ന് പറയുന്നത് കോളം ബി സി എന്നാണ്. ഇപ്പൊ റൈറ്റ് ഏട്രിയം എന്ന് പറയുമ്പോൾ വലത് ഏട്രിയം. വലത് ഏട്രിയത്തിൽ നിന്ന് പൾമനറി ആർട്ടറിയിലേക്ക്, പൾമനറി ആർട്ടറി വഴി ബ്ലഡ് എങ്ങോട്ടേക്ക് പോകുന്നു? ഫ്രം ഹാർട്ട് ടു ലങ്സ് ആണ് പോവുക. വലത് ഏട്രിയം ശ്വാസകോശ ധമനി വഴി ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക്. ഇനി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട വഴി, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഇടത് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഫ്രം ഹാർട്ട് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി പോകുന്നത് അല്ലേ. വലത് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ അല്ല, ഒന്നുകൂടി നോക്കാവേ. നോക്കാം. റൈറ്റ് ഏട്രിയം, റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് എങ്ങോട്ടേക്കാ പോവാ? റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് പൾമനറി ആർട്ടറി വഴി, അല്ല റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമനറി ആർട്ടറി വഴി ഫ്രം ഹാർട്ട് ടു ലങ്സ് ആണ് പോവുക അല്ലേ. വലത് വെൻട്രിക്കിൾ ശ്വാസകോശ ധമനി, ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട വഴിയാണ് ഹാർട്ടിൽ നിന്ന് ഡിഫറെന്റ് പാർട്സിലേക്ക് പോകുന്നത്. ഇടത് വെൻട്രിക്കിള് മഹാധമനി വഴി ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു. ഇനി ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് എങ്ങോട്ടാ പോവാ? അതിതാ ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ഹാർട്ട്. ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ഹാർട്ട് ഇൻഫീരിയർ വെനേക്കാവ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ് എത്തുക. അതേപോലെ ഫ്രം ലങ്സ് ടു ഹാർട്ട് പൾമനറി വെയിൻ വഴി. ഓക്കെ, ഇതൊന്നും കൂടെ പഠിക്കാം, ഒന്നും കൂടെ വരയ്ക്കാവേ, മനസ്സിലാവുന്നില്ലല്ലോ. ഓക്കെ, ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി ഇൻഫീരിയർ വെനീക്കാവ വഴി എങ്ങോട്ടാ? റൈറ്റ് ഏട്രിയത്തിലേക്കാണ് എത്താം. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അധോ മഹാസരി വഴി വലത് ഏട്രിയത്തിലേക്ക്. അതേസമയം ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് വരുന്നത് പൾമനറി വെയിൻ വഴിയാണ്. പൾമനറി വെയിനിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക്. ഓക്കെ, ഇതുപോലെ കണക്ട് ചെയ്ത് പഠിക്കും. അപ്പൊ നമുക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി മിസ് പറഞ്ഞു തരാം. നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തം എത്തുന്നത് എങ്ങനെയാണ്? ഇത് നമ്മുടെ ബോഡി പാർട്സ് ടിഷ്യൂസിൽ നിന്നാണെങ്കിൽ അത് നമ്മുടെ ഇൻഫീരിയർ വെനിക്കാവയും സുപ്പീരിയർ വെനിക്കാവയും മഹാസര വഴി നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. അവിടുന്ന് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നേരെ പൾമനറി ആർട്ടറി വഴി ലങ്സിലേക്ക് പോകും. അവിടെ നിന്ന് അത് ഓക്സിജനേറ്റഡ് ആയി കഴിഞ്ഞാലോ അത് നേരെ പൾമനറി വെയിൻ വഴി നമ്മുടെ ലെഫ്റ്റ് ഏട്രിയം, ഇടത് ഏട്രിയത്തിലേക്ക് എത്തി. അവിടുന്ന് ഇടത് വെൻട്രിക്കിളിലേക്ക് വന്നു. അവിടുന്ന് ഇത് അയോട്ട വഴി നമ്മുടെ ബോഡി പാർട്സിലേക്ക് വീണ്ടും. ഇതാണ് രണ്ട് തരത്തിലുള്ള സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓരോന്നും പോകുന്ന ഭാഗങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി.
ഇനി കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ സ്യൂട്ടബിളി ബൈ ചൂസിങ് ദ ഇൻഫർമേഷൻ. ലങ്, സ്കിൻ എക്സ്പെൽസ് വാട്ടർ ആൻഡ് സോൾട്ട് സിന്തസിസ് ഓഫ് യൂറിയ. ഓരോ ഓർഗൻസിന്റെ പ്രത്യേകതയാണ്. സ്കിൻ എക്സ്പെൽ വാട്ടർ, ത്വക്ക് ജലവും ലവണങ്ങളും കളയുന്നു. എ എന്ന് പറയുന്നത് ലങ്സ് ആണ്. ലങ്സ് എന്ത് ചെയ്യുന്നു? എക്സ്പെൽ കാർബൺ ഡൈ ഓക്സൈഡ്, CO2 പുറന്തള്ളുന്ന ശ്വാസകോശമാണ്. സി എന്ന് പറയുന്നത് ആരാണ്? ലിവർ ആണ്. പ്യൂരിഫിക്കേഷൻ, സിന്തസിസ് ഓഫ് യൂറിയ ആണ് അല്ലെ, കരള് യൂറിയ ഉണ്ടാക്കുന്നു. ഇ എന്ന് പറയുന്നത് കിഡ്നി ആണ്. വെള്ളവും യൂറിയയും പുറന്തള്ളുന്നു. എക്സ്പെൽ യൂറിയ ആൻഡ് വാട്ടർ. ഓക്കെ, അപ്പൊ ഇതുപോലെ എല്ലാ എക്സ്ക്രീറ്ററി ഓർഗൻസിന്റെയും ഫംഗ്ഷനും കൂടെ പഠിച്ചു വെക്കാം. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു ജോയിന്റ്സ് നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ. റീഡ്രോ ദ ഡയഗ്രം, സെലക്ടഡ് ജോയിന്റ് ആണ്. എക്സ് എന്ന് പറയുന്നത് സൈനോവിയൽ ഫ്ലൂയിഡ് ആണ്. വൈ എന്ന് പറയുന്നത് കാർട്ടിലേജ് ആണ്. സൈനോവിയൽ ഫ്ലൂയിഡ് ആണെങ്കിലും കാർട്ടിലേജ് ആണെങ്കിലും ഫ്രിക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, സൈനോവിയൽ ഫ്ലൂയിഡ് ഒരു ലുബ്രിക്കൻ, ഒരു സ്നേഹമായിട്ട് വർത്തിക്കുന്നുണ്ട്. അപ്പം ഈ പോയിന്റ്സ് രണ്ടും പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസും ഇനിയുള്ള വീഡിയോസും നന്നായിട്ട് പഠിക്കണം. ഫുൾ കോൺസെപ്റ്റും ഫുൾ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാൻ ഇന്നത്തെ വൈകിട്ട് ലൈവിലേക്ക് എല്ലാവരും വരിക. അപ്പൊ സീ യു സൂൺ മക്കളെ, ബൈ.